ഓണക്കാവാനായില്ലേ, ഈ മുല്ലപ്പൂ ഇല്ലാതെ എന്ത് ഓണമല്ലേ. പിന്നെയാണെങ്കിലും ഇൻസ്റ്റ യൂട്യൂബ് ഒക്കെ തുറന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ജാസ്മിനെ കൊണ്ടുള്ള ഒരു കളിയാണ്. ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരു ആർട്ടിഫിഷ്യൽ. ഈ ഒരു കിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ദ ബോ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് അയച്ചെന്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ പിൻ ചെയ്തിട്ടും കൊടുക്കാം. ഇത് വലിയ ഷീറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളെ കയ്യിൽ ഇതിന്റെ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഷീറ്റ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി അതല്ല ഇന്നെപ്പോലെ പണിയെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കട്ട് ചെയ്ത് പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി പണികളൊക്കെ ഷടപടേ എന്ന് പറഞ്ഞിട്ട് കഴിയും. അതിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ പണി കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ട് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. പക്ഷെ ഇത് വേണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ B7000 ഗമ്മില്ലേ, അതിനെ കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടുട്ടോ. അത് മതി, ഇതിന്റെ ആവശ്യമില്ല. ഇത് വെറുതെ കൈയൊക്കെ പൊള്ള എന്തിനാ വെറുതെ. പിന്നെ ഇതെങ്ങനെയൊക്കെ എങ്ങനെ ആയതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മൾ അയൺ ബോക്സിൽ വെച്ചിട്ട് ഓരോ പെറ്റൽസ് ഇതങ്ങനെ ചൂടാക്കുമ്പോൾ അതങ്ങനെ ഒരു പൂ പോലെ ആയി കിട്ടും. ഞാനിപ്പോൾ ഇത് 2 ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 1 ലെയർ ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ ലെങ്ത് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെം ചെയ്യുക. ഇതൊക്കെ കിറ്റിൽ കിട്ടണത് തന്നെയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. പിന്നെ മണ്ടത്തരത്തിന്റെ കാര്യത്തിൽ ഞാൻ മുൻപന്തിയിലാണല്ലോ, അതിനെ കണ്ട് അത് എടുത്ത് പറയാം. കിറ്റിൽ കിട്ടണത് തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള പീസാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് അറിയോ, നമ്മൾ പയറുപ്പേരി ഒക്കെ അല്ലേ, അതേപോലെ നീളത്തിൽ വെച്ചിട്ട് നീളത്തിൽ തന്നെ ഇങ്ങനെ ഒരു 3 മടക്കുക. ഇപ്പം ഈ കുഞ്ഞു പീസിൽ മടക്കിയില്ലേ, അത് ആ നീളത്തിൽ തന്നെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത്, പിന്നെ ഓരോരോ അബദ്ധത്തിലൂടെയാണല്ലോ നമുക്ക് പുതിയ ഐഡിയകൾ ഇങ്ങനെ മുളച്ച് വരിക. അങ്ങനെ കുറേ നേരത്തെ കുത്തിയിരിപ്പിന് ശേഷം ഞാൻ അത് അത്രയും പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടേ. നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. പിന്നെ ഇത് മാല കെട്ടാനായിട്ട് എനിക്കറിയില്ല. അതിനെക്കൊണ്ട് ഞാൻ എൻ്റെ ബംഗാളി ബാബുവിനെ വിളിച്ചിട്ടുണ്ട്. വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ ശീതാട്ടൻ തന്നെയാണ്. പിന്നെ ഭഗവാന് മാല കെട്ടി കൊടുക്കണ ആൾക്ക് ഇതൊക്കെ സിമ്പിള്. പിന്നെ ഞാൻ അത്രയും നേരം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പണി ശീതാട്ടന് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ ഭംഗിയിലൊരു കെട്ടിത്തരുന്ന ആള് വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. ഇനി മതി, ഇത്രയൊക്കെ പൊക്കി അടിക്കാനേ എനിക്ക് കഴിയുള്ളൂ. ഒരു മാലയ്ക്കുള്ളതൊക്കെ ആയി ഉണ്ട് അല്ലേ. പക്ഷെ ഉണ്ടല്ലോ, ഇന്ന് അപേക്ഷിച്ച് അത്ര സിമ്പിൾ അല്ല. ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് കൊച്ചിയിലും ഒന്ന് കൊയിലാണ്ടിയിലൊക്കെയാണ്. പിന്നത്തെ ഗ്യാപ്പിന്റെ കാര്യമാണെങ്കിലോ പറയും വേണ്ട. അപ്പൊ ഇതുപോലത്തെ ഒരു കിറ്റ് വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഓണത്തിന് നിങ്ങൾക്കും അടിപൊളിയായിട്ട് ഈ മുല്ലമാല കെട്ടിയെടുക്കാം. പിന്നെ അത് കെട്ടിയെടുക്കാൻ വലിയ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കള്ളം പറയണ പോലെയാവും. കരിക്ക് കയ്യാത്തതിനെ കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ആളെ വെച്ചത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. സൂചി വെച്ചിട്ട് കോർത്തെടുത്താലും മതി. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഒറിജിനൽ ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ഇത് കെട്ടിയെടുത്തിരിക്കുകയാണെങ്കിൽ തന്നെയാണ് ഭംഗി. ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഓരോ സൗണ്ടൊക്കെ കേൾക്കണ്ടാവും. എൻ്റെ പീലിക്കുട്ടി ഉണ്ടല്ലോ അവിടെ കുത്തിട്ട് സർക്കസ് കളിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കേൾക്കണമില്ല. പിന്നെ അതിനെ പറഞ്ഞ് നന്നാക്കാൻ പോയിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സമയം വെറുതെ പോവുകയാണ്. അതിനെക്കൊണ്ടുണ്ടല്ലോ നിങ്ങൾ അതും കൂടെ ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ കുറച്ച് നേരത്തെ പണീൻ്റെ ശേഷം മുല്ലപ്പൂ ഇവിടെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. കാണാൻ കുറച്ചൊക്കെ ഒരു ഒറിജിനൽ ലുക്കൊക്കെ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ എന്നാണല്ലോ. അപ്പൊ പേരിനോട് ഇത്തിരിയെങ്കിലും നീതി പുലർത്തേണ്ട വെച്ചിട്ടാണ് കുറച്ച് ആർട്ടിഫിഷ്യൽ ലുക്ക് കണ്ട് കൊടുത്തത്, അല്ലാതെ കഴിയാനിട്ടല്ല കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.